സെപ്റ്റംബർ 27 വേൾഡ് ടൂറിസം ഡേ. നമ്മളെല്ലാവരും യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ്. ഞാനും ഒരുപാട് യാത്രകൾ ചെയ്യാറുള്ളതുമാണ്. എന്നാൽ ഓരോ യാത്രയ്ക്കും ഓരോ മോട്ടീവാണ്. നമ്മളൊക്കെ ചിലപ്പോൾ ജീവിതത്തിൽ സ്റ്റക്കായി പോകും. ഒരു ഡിസിഷൻ എടുക്കാൻ ഫോക്കസ് കിട്ടാതെ, ചില പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻസ് കിട്ടാതെ നമ്മളാകെ മെൻ്റലി സ്ട്രെസ്ഫുള്ളായി ഡിപ്രഷൻ അടിച്ചു പോകും. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ ജസ്റ്റ് ടേക്ക് എ ബ്രേക്ക്, ട്രാവൽ അറൗണ്ട്, ബ്രീത്ത് സം ഫ്രഷ് എയർ, ഗെറ്റ് യുവർ സെൽഫ് റീചാർജ് ആൻഡ് ബൗൺസ് ബാക്ക്. നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ച മൂപ്പര് എല്ലാ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷനും ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഫോർ ദാറ്റ് വി ജസ്റ്റ് നീഡ് ടു സെർച്ച് വിത്ത് അവർ ഐസ് ഓപ്പൺ. ഫോർ സെർച്ചിങ് ഇടയ്ക്കൊക്കെ നമ്മൾ യാത്രകൾ ചെയ്യണം. കേട്ടിട്ടില്ലേ, ട്രാവൽ ഹെൽപ്സ് സെൽഫ് ഹീൽ. ഓരോ യാത്രകളും ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ്. ഇനിയും ജീവിതം ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലുകൾ. ഈ വീഡിയോ എൻ്റെ ചെറിയൊരു യാത്രാ വിവരണമാണ്. വിശുദ്ധ ഫൗസ്റ്റീനാവയുടെയും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെയും ജന്മനാടായ പോളണ്ടിലെ ക്രക്കോ എന്ന പട്ടണത്തിലൂടെയുള്ളൊരു യാത്ര. അപ്പോൾ ഡേ 1 ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിൻ എത്തിയിട്ടോ. ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് പിയാസെഷ്നോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തു നിന്നാണ്. അതായത് പോളണ്ടിൻ്റെ ന്യൂ ക്യാപിറ്റൽ വർസോയിലെ ഒരു ചെറിയ ടൗണാണ് പിയാസെഷ്നോ. ഒരു ഔട്ട്സ്കേർട്സ് എന്നൊക്കെ പറയാം. ഒരു വില്ലേജ് ആംബിയൻസ് ആണ് മൊത്തത്തിൽ. പക്ഷെ നല്ല രസമുള്ള സ്ഥലം കേട്ടോ. എൻ്റെ ബ്രദറിൻലോയും സിസ്റ്ററിൻലോ ഒക്കെ അവിടെ സെറ്റിലായിട്ട് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി. എൻ്റെ ഈ ട്രാവലിൻ്റെ കംപ്ലീറ്റ് ഐറ്റിനറി പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അവരാണ് കേട്ടോ. ട്രാൻസ്പോർട്ട്, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാതും അവരാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് അവർ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു 3.5 hours ട്രാവൽ ഉണ്ട് ഈ ക്രക്കോയിലേക്ക് എത്താൻ. ക്രക്കോ എന്ന് പറയുന്നത് പോളണ്ടിൻ്റെ ഓൾഡ് ക്യാപിറ്റലാണ്. അവിടെയാണ് നമ്മൾ ഈ ഈസ്റ്റർ ഹോളിഡേയ്സിന് ഒരു 2 ദിവസത്തെ ട്രിപ്പ് പോകുന്നത്. നമ്മൾ ഫസ്റ്റ് പോകുന്നത് പിൽഗ്രിമേജ് സെൻറ്ററായ സെൻറ്റ് ഫൗസ്റ്റീനാമ്മയുടെ പള്ളിയിലേക്കും. പിന്നത്തെ നെക്സ്റ്റ് ഡേ നമ്മൾ പോകുന്നത് 2 സൈറ്റ് സീന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വഴിയെ പറയാം. അങ്ങനെ നീണ്ട 3.5 മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ക്രക്കോയിൽ എത്തിയിരിക്കുകയാണ്. പക്ഷെ നമ്മൾ തീരെ ടയേർഡൊന്നും ആയിട്ടില്ല കേട്ടോ. നാട്ടിൽ ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്ന പോലെയൊന്നുമല്ല, നമ്മൾ അറിയത്ത് പോലുമില്ല നമ്മൾ ഇത്രയും ടൈം അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്തതായിട്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു ട്രാം കയറിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന സ്ഥലത്തേക്ക് പോകേണ്ടത്. ഇവിടെ നിന്നൊരു 20 to 25 minutes ട്രാവലുണ്ട്. ട്രാമിലേക്കുള്ള ടിക്കറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു ആപ്പ് വഴിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോകാനുള്ള ട്രാം വന്നു. ഇവിടെ സ്ഥലങ്ങളുടെ പേരെല്ലാം മെൻഷൻ ചെയ്യുക, നമ്പേഴ്സാണ് മെൻഷൻ ചെയ്യുക. അപ്പോൾ അതാത് സ്ഥലത്തേക്കുള്ള നമ്പർ അസൈൻ ചെയ്തിട്ടുണ്ടാവും. അതിൽ കയറിയിട്ടാണ് നമ്മൾ ആ ഡെസ്റ്റിനേഷനിലേക്ക് പോകേണ്ടത്.
അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേരാണ് സാക്സോവിക്. ഇത് ആക്ച്വലി ക്രക്കോയിലൊരു ഹിഡൻ ജെം ആണെന്ന് പറയാം ഈ പ്ലേസ്. ഇത് ശരിക്കും ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. ഒരുപാട് തമിഴ് മൂവീസും ഹോളിവുഡ് ബോളിവുഡ് മൂവീസൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി പറയുകയാണെങ്കിൽ ഒരു നാച്ചുറൽ പൂളും ആർട്ടിഫിഷ്യൽ പൂളും ബ്ലെൻഡ് ചെയ്യുന്ന പോലത്തെ ഒരു സ്ഥലമാണ്. And the last destination of our trip, Krakow Old Town. ഈ ഓൾഡ് ടൗണിനെ കുറിച്ചിട്ടാണ് നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരയൊക്കെ വാതോരാതെ സംസാരിക്കാറുള്ളത്. അതായത് വഴിയോരങ്ങളിലൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ. ഈ യൂറോപ്പിൻ്റെ ഒരു പ്രത്യേകതയാണത്. അതായത് ഇവർ പുതിയത് കൺസ്ട്രക്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അവിടെ ഉള്ള പഴയ കെട്ടിടങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് അതിനെ പ്രിസർവ് ചെയ്ത് നിലനിർത്തുന്നതിൽ ഇവർ അഗ്രഗണ്യന്മാരാണ്. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ക്ലാസിക് ലുക്ക് നമുക്ക് ത്രൂ ഔട്ട് യൂറോപ്പ് എവിടെ പോയാലും നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഓൾഡ് ടൗൺ എല്ലാ സിറ്റീസിലും നമുക്ക് കാണാം അതിൻ്റേതായ ഓൾഡ് ടൗൺ. അതിൽ എടുത്തു പറയേണ്ട 2 ഓൾഡ് ടൗൺ ആണ് പോളണ്ടിലെ. ഒന്ന് ക്രക്കോയിലുള്ള ഓൾഡ് ടൗണും പിന്നെ വാർസോയിലുള്ള ഓൾഡ് ടൗണും. അത് അത്ര മനോഹരമാണ്. ഈ കാണുന്നത് ക്രക്കോയിലെ ബസിലിക്ക ചർച്ചാണ്. പക്ഷെ റിനോവേഷൻ നടക്കുന്ന കാരണം നമുക്ക് അതിനകത്തേക്ക് കടക്കാൻ പറ്റിയില്ല. പിന്നെ ഇവിടെ നമുക്ക് ഈ കുതിരവണ്ടികളിലൊക്കെ സവാരി ചെയ്യാം. പിന്നെ ഒരുപാട് സ്ട്രീറ്റ് ഫുഡ്സ് ഉണ്ട്, അതൊക്കെ നമുക്ക് ആസ്വദിക്കാം. അതായത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുസീൻസ് നമുക്ക് അവിടെ കിട്ടും. അതൊക്കെ നമുക്ക് എൻജോയ് ചെയ്ത് ആസ്വദിച്ച് ഒരു സൺസെറ്റൊക്കെ കണ്ട് അങ്ങനെ ഇരുന്ന് കഴിക്കാം. യാത്രകൾ എന്നും ഒരു അത്ഭുതമാണ്. ഈ പ്രൗഢഗംഭീരമായ കെട്ടിടങ്ങൾക്കിടയിലൂടെയും ആടിത്യമാർന്ന തെരുവുകളിലൂടെയും നടക്കുമ്പോൾ നമ്മളറിയാതെ തന്നെ പറഞ്ഞു പോകും, കണ്ടത് മനോഹരം, കാണാത്തത് അതിമനോഹരം.